ഹലോ. അപ്പോൾ കുറേ നാൾ ശേഷം ഞാൻ ക്രൈസ്റ്റിനെ പറ്റി അല്ലാത്ത ഒരു കോണ്ടന്റ് ചെയ്യാൻ പോവാണ്. ഞാൻ നാട്ടിലാണിപ്പോൾ. എന്താണ് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഒരു ഫ്രഷ് കോണ്ടന്റ് എൻ്റെ മനസ്സിൽ വന്നു. അതാണ് വാട്ട്സ് ഇൻ മൈ ബാഗ്. എനിക്കറിയാം ഭയങ്കര ഫ്രഷ് ഐഡിയ ആണെന്ന്, എന്നാലും എൻ്റെ ബാഗിൽ അങ്ങനെ ഭയങ്കര കാണിക്കാൻ മാത്രമുള്ള കുറേ സാധനങ്ങളൊന്നുമില്ല. എന്നാലും ഗേൾസൊക്കെ അത്യാവശ്യം പുറത്ത് പോകണ്ടപ്പം ക്യാരി ചെയ്യേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് എൻ്റെ ബാഗിലുള്ളത്. ഈ ബാഗ് ഞാൻ യൂഷ്വലി ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറേ ഒരു 4-5 മണിക്കൂറിൽ കൂടുതൽ ഞാൻ പുറത്താണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന ബാഗാണ്. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ചെറിയ ബാഗാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അത് ഈ ബാഗാണ് കേട്ടോ. ഈ ബാഗ് ഇങ്ങനെ 1-2 മണിക്കൂറൊക്കെ പുറത്തു പോവുകയാണെങ്കിൽ ഞാൻ ഈ ബാഗ് എടുക്കാറ്. ഇതിൻ്റെ അകത്ത് അതിന് മാത്രം കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകുള്ളൂ. അല്ലാതെ ട്രാവൽ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറിൽ കൂടുതൽ ഞാൻ പുറത്താണെങ്കിൽ ഞാൻ ഈ ബാഗ് കൊണ്ട്. ഈ ബാഗ് ശരിക്കും വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ബാഗ് തുറന്ന് നോക്കാമല്ലേ? ഓക്കെ, ഞാൻ തുറന്നു എൻ്റെ ബാഗ്. ഇതിൻ്റെ അകത്ത് ഒരു 2-3 ആദ്യം ഉള്ളിലൊരു സിപ്പ് ലോക്ക് ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലും 2 പോക്കറ്റ് പോലെ ഉണ്ട്. പിന്നെ ഈ ബാഗ് ഓൾറെഡി തുറക്കുന്നത് തന്നെ ഒരു സിപ്പ് ലോക്ക് വഴിയാട്ടോ. അപ്പോൾ ഞാൻ തുറന്നു. ആദ്യത്തെ ഒരു ചെറിയ ഇറക്കകത്ത് കുറേ കാർഡ്സ് ഉണ്ട്. ATM കാർഡ്, മെട്രോ കാർഡ്, പാൻ കാർഡ്, പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇങ്ങനെ കുറച്ച് കാർഡ്സ് ഉണ്ട്, അത്യാവശ്യമായിട്ടുള്ള കുറേ കാർഡ്സ്. പിന്നെ കുറച്ച് ചില്ലറ പൈസകളുണ്ട്. 1 രൂപ, 2 രൂപ, 5 രൂപ, അങ്ങനെ കുറച്ച് ചില്ലറയാണ്. ഇത് പിന്നെ ഞാൻ നേരത്തെ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ കീ ആണ്, മെയിൻ ഡോറിൻ്റെ. ഈ കീ ഞാനും സോനയും പൈസ കൊടുത്തിട്ട് കീ എടുത്താണ്. അപ്പം അത് ഓണറിന് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് തിരിച്ചു കൊടുത്തില്ല. സോന തിരിച്ചു കൊടുത്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. ഇതിപ്പോഴും ഓർമ്മയ്ക്ക് എൻ്റെ കയ്യിലുണ്ട്, ആ ഫ്ലാറ്റിൽ താമസിച്ചതിൻ്റെ. പിന്നെ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ഈ പെൻഡ്രൈവ് ഞാൻ എന്തിനാ ബാഗിൽ കൊണ്ട് നടക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിലെയും കോളേജിലൊക്കെ ഫോട്ടോസ് ഞാൻ ലാപ്ടോപ്പിലാക്കിയിട്ട് അതെല്ലാം ഈ പെൻഡ്രൈവിലാക്കി വെച്ചേക്കാം. അങ്ങനെ ലാപ്ടോപ്പ് കേടായി പോയാൽ ഫോട്ടോസ് ഒന്നും പോവാതിരിക്കാൻ. പക്ഷെ എനിക്ക് പെൻഡ്രൈവ് എവിടെ സേഫായിട്ട് വെക്കേണ്ടതെന്ന് അറിഞ്ഞൂടെ. എവിടെയെങ്കിലും വെച്ചാൽ ചിലപ്പോൾ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഇത് എപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കും. ഞാൻ വേറെ എവിടെയെങ്കിലും വെച്ച് ഇത് മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു പെൻഡ്രൈവ്, ഇത്ര സാധനമാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു സിപ്പ് ലോക്കിൻ്റെ അകത്തുള്ളത്. പിന്നെ അല്ലാതെയും 2-3 ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ട്. ഇതിലൊരെണ്ണത്തിൽ എൻ്റെ മെഡിസിനാണ്. ഇത് എനിക്ക് അലർജി ഉണ്ട്, ഡസ്റ്റ് അലർജി. അപ്പോൾ എനിക്ക് തുമ്മൽ വരും. അപ്പോൾ തുമ്മൽ വന്നാൽ നിൽക്കുകയില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുമ്മി ഭയങ്കര പ്രശ്നമാവും. അപ്പം അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മരുന്നാണിത്. ഇതിൻ്റെ പേര് M. Lucas-Stefex. അതുണ്ട് എപ്പോഴും എൻ്റെ കയ്യിൽ. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഉറക്കം വരും. അതുകൊണ്ട് പുറത്തൊന്നും ആണെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. വീട്ടിൻ്റെ അകത്തോ ഹോസ്റ്റലിലോ ഫ്ലാറ്റിലോ അങ്ങനെ എവിടെയെങ്കിലും ആണെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിൽ ഇത് കഴിക്കാറില്ല. പിന്നെ എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതാ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ. ഓക്കെ, എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് എടുത്താണ്. ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിൽ ഈ ഫോട്ടോ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ അത് ഓൺലൈനിലായിരുന്നു സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഞാനിതെടുത്തിങ്ങനെ കയ്യിൽ പ്രിൻ്റായിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അതും എൻ്റെ ഈ ബാഗിലുണ്ട്. പിന്നുള്ളത് അടുത്തത് എൻ്റെ വേറൊരു ഫോൺ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിൽ തന്നെയാണ്.
അത് ഐഫോണാണ്. ഇത് അതിന് മുന്നേ ഉണ്ടായിരുന്ന എനിക്കൊരു ഫോണാണ്, പക്ഷെ അറിയാൻ കണ്ടോ ഫുൾ പൊട്ടി തകർന്നിരിക്കുന്ന ഒരു ഫോണാണിത്. പക്ഷെ സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താ മിന്ത്ര, ഫ്ലിപ്കാർട്ട്, നൈക്ക, പിന്നെ ബാംഗ്ലൂർ ആയിരുന്നപ്പം സൊമാറ്റോ, സ്വിഗ്ഗി, ഡൻസോ, സെപ്റ്റോ, അങ്ങനെ കുറേ ആപ്സ് എല്ലാം ഞാൻ ഇതിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഷോപ്പിങ്ങിനും അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ആപ്സും ഇതിലാണ്. ഐഫോൺ ഞാൻ മോസ്റ്റ്ലി ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി തന്നെ, പിന്നെ കോൾ ചെയ്യാൻ, വാട്സപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഫോണിലും, ബാക്കിയുള്ള ആപ്സ് എല്ലാം ഈ ഫോണിലാണുള്ളത്. അതാണ് എൻ്റെ ബാഗിൽ വലിയ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തുള്ള സാധനങ്ങൾ. ഒരു സാധനം, പിന്നെ ഒരു യേശുവിൻ്റെ ഫോട്ടോ. ഇത് ഞാൻ എവിടെയോ പോയപ്പോൾ വാങ്ങിച്ചതാണ്. എന്നിട്ട് ഞാൻ ഇപ്പം ഈ ഒരു ലാസ്റ്റ് മന്ത് ഞാൻ ബാംഗ്ലൂർ താമസിച്ചെടുത്ത് ഇതെൻ്റെ കബേർഡിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലോട്ട് പോന്നപ്പം ഞാനതെടുത്ത് ബാഗിൽ ഇട്ടതാണ്. അത് ബാഗിൽ തന്നെ ഇപ്പോഴും ഉണ്ട്, യേശുവിൻ്റെ ഒരു ഫോട്ടോ. പിന്നെ ഒരു ലിപ് ബാമോ ലിപ് സ്ലീപ്പിംഗ് മാസ്ക്, ലിപ് ബാമായിട്ട് യൂസ് ചെയ്യാം ഒരെണ്ണമുണ്ട്. ലാനേജ് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ പ്രൊനൗൺസ് ചെയ്യുന്നത്. പിന്നെ പവർ ബാങ്ക്, അതിൻ്റെ കൂടെ ഒരു വള്ളിയുണ്ട്. ഇത് ഐഫോൺ ചാർജ് ചെയ്യുന്നതിൻ്റെ വള്ളിയാട്ടോ. പിന്നെ ഒരു വെറ്റ് വൈപ്സ് ഉണ്ട്. പിന്നെ ഒരു സാനിറ്ററി പാഡും ഉണ്ട്. അത് ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഡിസ്പോസിബിൾ കവറും ഉണ്ട്. ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് വയ്ക്കുക. ഒരു പെപ്പർ സ്പ്രേ ഉണ്ട്. ഇത് ഞാൻ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്കിത് യൂസ് ചെയ്യാനും അറിയാൻ പാടില്ല. എനിക്കിത് യൂസ് ചെയ്യേണ്ട സന്ദർഭം വന്നിട്ടും ഇല്ല. സോ എന്നാലും ഒരു സേഫ്റ്റിക്ക് ഒരു പെപ്പർ സ്പ്രേ ഉണ്ട്. ചീപ്പ് അല്ലെങ്കിൽ കോം, ചീപ്പല്ല കോം. പിന്നെ ടിഷ്യൂ പേപ്പർ, ഹെയർ ക്ലിപ്പ്. ഒരു സാധനം ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി എടുക്കണം, എന്നാലും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്തിനാണ് ഈ സാധനങ്ങൾ എന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി കാജലാണ്. പക്ഷെ ഞാനിത് കണ്ണെഴുതാനല്ല യൂസ് ചെയ്യുന്നത്. എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ ഇവിടുത്തെ ഹെയർ നോക്കിയാൽ മനസ്സിലാവും ഞാനൊരു എന്തോ ചെയ്തിട്ടുണ്ട് ആ ഹെയറിൽ നിന്ന്. ആക്ച്വലി എനിക്കിവിടെ കുറച്ച് നരച്ച മുടിയുണ്ട്. പക്ഷെ എനിക്കത് എന്താ നരച്ച മുടിയായിട്ട് എനിക്കത് കാണിക്കുന്ന ഇഷ്ടമില്ല. സോ ഞാൻ എപ്പോഴും അത് വീട്ടിൽ തന്നെ കളർ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പം നേരത്തെയൊക്കെ ഞാൻ ഈ കാജലായിരുന്നു ഇടുന്നത്. ഇപ്പം ഞാൻ പുതിയൊരു സാധനം കണ്ടുപിടിച്ചു, ഡാസ്ലറിൻ്റെ ഹെയർ ടച്ചപ്പ് എന്ന് പറഞ്ഞ ഈ സാധനം. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഒന്ന് സെറ്റായിട്ടിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഇത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് കറുപ്പിച്ചിട്ട് പിന്നെ ഈ കാജലും കൂടി ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സെറ്റായ പോലെ ഇരിക്കും. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ അവിടെ ആ മുടിയിൽ എന്തോ ചെയ്തിട്ടുണ്ട്. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താ അവിടുത്തെ മുടി അങ്ങനെ ഇരിക്കുന്നതെന്ന്. അതേപോലെ കുറേ ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പം എൻ്റെ 1-2 മുടിയൊക്കെ ആയിട്ടെങ്കിലും നര പുറത്ത് വരും. അപ്പോൾ ആൾക്കാരൊക്കെ കിളവിയാണല്ലേ, നരച്ചിരിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്നെ കളിയാക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ ഞാനിത് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ ഈ 2-3 എടുത്തിടാൻ കാരണം ചിലപ്പം ഞാൻ ഇടയ്ക്ക് ഇത് എടുത്തിട്ടിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകും. അപ്പോൾ അത് പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ 3-4 കാജൽ എപ്പോഴും കൈ വെക്കും ഒരു സേഫ്റ്റിക്ക്. എപ്പോഴും എൻ്റെ എല്ലാ നരയും കൂടെ പുറത്താവുന്നതെന്ന് അറിഞ്ഞുകൂടില്ല. ആൻഡ് ഓൾസോ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല എല്ലാവരെയും അത് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുടി നരച്ചിരിക്കുക. സോ എപ്പോഴും ഈ സാധനങ്ങൾ കയ്യിലുണ്ടാവട്ടെ. പിന്നെ ഒരു ഫേഷ്യൽ റേസർ എന്ന് പറഞ്ഞ് ഞാൻ വഴി വെച്ച് ഫേഷ്യൽ റേസർ ഉപയോഗിക്കാറില്ല. ഇതൊരു ടൂളായിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാമല്ലോ എന്നുള്ളൊരു ആവശ്യത്തിൻ്റെ പുറത്താണ് ഇത് ഞാൻ കൈ വെച്ചേക്കുന്നത്, ഫേഷ്യൽ റേസർ. പിന്നെ ലിപ്സ്റ്റിക്ക്. ഇത് ലിപ്സ്റ്റിക്ക് അല്ല, ലിപ് ടിൻ്റാണ്.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയതാണ്. എൻ്റെ ഫ്രണ്ട്സ് കാണുകയാണെങ്കിൽ അവർ മനസ്സിൽ വിചാരിക്കുന്നത് ഇപ്പം ഏത് ലിപ്സ്റ്റിക്ക് അവളുടെ കയ്യിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഷെയ്ഡ് അവളുടെ കയ്യിലിരിക്കുന്നതെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ട് ഷെയ്ഡിൻ്റെ പേര് പറയാന്ന് വെച്ചാൽ അത് കാണുന്നില്ലല്ലോ. ഇറ്റ്യൂഡ് എന്നാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ഷെയ്ഡ് 14 റോസ് ലൈലാക്ക്, അതാണ് കേട്ടോ ഷെയ്ഡിൻ്റെ പേര്. പിന്നെയും ഒരു ലിപ്സ്റ്റിക്, വീണ്ടും ഒരു ഹെയർ ടിപ്പ്, സൺസ്ക്രീൻ. ഇപ്പം എന്തായാലും സൺസ്ക്രീൻ്റെ ആവശ്യമില്ല, കാരണം ഇപ്പം ഫുൾ ടൈം നാട്ടിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നേരത്തെ ഭയങ്കര വെയിലായിരുന്നല്ലോ, അതുപോലെ അവിടെ വെച്ചും എൻ്റെ ബാഗിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഇതൊരിക്കലും റീഅപ്ലൈ ചെയ്തിട്ടില്ല. വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് പോകുന്നതേ ഉള്ളൂ, അല്ലാതെ വീണ്ടും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അടുത്തതായിട്ട് ഒരു ഹാൻഡ് ജെൽ. ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ ഹാൻഡ് ജെല്ലാണ് കേട്ടോ. പക്ഷെ ഫുൾ എന്താ ഇതിൻ്റെ പുറത്തെ ഇതൊക്കെ പോയി ഫുൾ നല്ല മണമാണ് കേട്ടോ. എനിക്ക് പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഫുഡിൻ്റെ ഈ മസാലയുടെ മണമൊക്കെ കയ്യിലിരുന്ന് അതെൻ്റെ മൂക്കിൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് തുമ്മും. അതുകൊണ്ട് ഈ സാധനം എനിക്ക് എപ്പോഴും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഹാൻഡ് വാഷ് ഇല്ലാത്ത കഫേയോ റെസ്റ്റോറൻറ്റോ ഒക്കെ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് യൂസ് ചെയ്യും. സോ ദാറ്റ് മസാലയുടെ മണമൊന്നും അടിച്ച് എനിക്ക് തുമ്മൽ വരില്ല. അടുത്തത് ഒരു ഹെഡ്സെറ്റാണ്. പക്ഷേ ഈ ഹെഡ്സെറ്റ് ഫുൾ പോയിരിക്കുക കേട്ടോ. ഇത് ഇപ്പം കേടാവും എന്നുള്ള സിറ്റുവേഷനിലാണ്. ഇതിൻ്റെ വയറൊക്കെ പുറത്ത് വന്ന് ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ്. എൻ്റെ ജോലി കിട്ടിയ ഏതെങ്കിലും ഫ്രണ്ട്സിന് എനിക്ക് ഒരു ഹെഡ്സെറ്റ് വാങ്ങിത്തരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം. അടുത്തൊരു പെർഫ്യൂമാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പെർഫ്യൂമാണ്. നല്ല സ്മെല്ലാട്ടോ, ഒരു ലക്ഷറി സ്മെല്ലാണ്. എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നത്, അതുകൊണ്ട് ഞാൻ പിശിക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ഹെയർ ടൈ ഉണ്ട്, ഒരു 5 രൂപ കോയിനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ബാഗിലുള്ളത്. പിന്നെ ഒരു സാധനം കൂടെ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കും കേട്ടോ, ഒരു അംബ്രല്ല. അതിപ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും അംബ്രല്ല. പക്ഷെ ഇങ്ങോട്ട് വരുന്നതിനൊരു 3-4 ദിവസം മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് അംബ്രല്ല കളഞ്ഞു പോയി. ഇനി ഒരെണ്ണം മേടിക്കണം. പിന്നെ വീട്ടിലോട്ടല്ലേ വരുന്നതെന്ന് കരുതി ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിലെ സാധനങ്ങൾ. ഇനി അടുത്ത് എന്ത് വീഡിയോ ഇടുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് കുറേ ക്രൈസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള കുറേ കോമൻസും എൻ്റെ ക്രൈസ് റിലേറ്റഡ് വീഡിയോസിൻ്റെ താഴെ കുറേ കോമൻസ് ഞാൻ കണ്ടു ക്രൈസ്റ്റിനെ പറ്റി ചോദിച്ചിട്ടുള്ള. പിന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് എനിക്ക് ക്രൈസ്റ്റിനെ പറ്റി ചോദിച്ചുകൊണ്ടുള്ള. ഇനി കുറേ എന്ന് പറഞ്ഞാൽ ഇവളോട് ആരാടാ ചോദിക്കുക, ഇതൊക്കെ അങ്ങനൊന്നും വിചാരിക്കില്ല കേട്ടോ. ഒരു 3-4-5 പേരെന്നാണ് ഞാൻ ഈ കുറേ കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ല ഒരാൾക്ക് ഞാൻ ഒരാളെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ഒരു 3-4-5 പേര് വെച്ച് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് എന്നോട് ഇങ്ങനെ ക്രൈസ്റ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഞാൻ കുറേയൊക്കെ ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാൻ, കുറേ മീൻസ് 5-6 ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ഇനിയിപ്പോൾ കോളേജൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പം അതിന് മുന്നേ അത് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മിക്കവാറും അതായിരിക്കും എൻ്റെ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇനി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ.